പ്രിയപ്പെട്ട കുട്ടികളെ, HS മാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. 3ാമത്തെ ചാപ്റ്റർ ഇതാണ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വളരെ ലളിതമായൊരു അധ്യായമാണ്. ഇപ്പോൾ ഒരു ബോക്സിൽ 9 വൈറ്റ് ബോൾ ഉണ്ട്, ഒരു ബ്ലാക്ക് ബോൾ ഉണ്ട്. There are 9 white balls and 1 black ball in a box. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഷഫിൾ ചെയ്തിട്ട് അതിനകത്ത് നോക്കാം. വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ഇറ്റ് 1 ball is taken. ഇതിനകത്തുനിന്ന് ഈ 9 വൈറ്റ് ബോളും ഒരു ബ്ലാക്ക് ബോളും ആണ് ബോക്സിലുള്ളത്. അതൊന്ന് ഷഫിൾ ചെയ്തിട്ട് അതിനകത്ത് നോക്കാതെ ഒരു ബോൾ എടുക്കുന്നു. ഏത് ബോൾ കിട്ടാനാണ് സാധ്യത കൂടുതൽ? ദി മോസ്റ്റ് പ്രോബബിൾ കളർ, വിച്ച് വിൽ ബി ദി മോസ്റ്റ് പ്രോബബിൾ കളർ? ഏത് ബോൾ കിട്ടാനായിരിക്കും സാധ്യത കൂടുതൽ? 9 വൈറ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ 9 വൈറ്റ് ആകുമ്പോൾ മിക്കവാറും നമുക്ക് കിട്ടാൻ സാധ്യത വരുന്നത് വൈറ്റ് ആയിരിക്കും. പക്ഷെ ബ്ലാക്ക് കിട്ടാൻ പാടില്ലെന്നില്ല, ബ്ലാക്കും കിട്ടാം. ഒരെണ്ണേ ബ്ലാക്ക് ഉള്ളൂ, പക്ഷേ ബ്ലാക്ക് കിട്ടണേക്കാൾ കൂടുതൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം പ്രാവശ്യം എടുത്ത് അതിൽ നിന്ന് ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് വൈറ്റ് ആയിരിക്കും കിട്ടുക, ബ്ലാക്ക് കുറവായിരിക്കും കിട്ടുക. അതേസമയം ഞാൻ വേറെ ഒരു ബോക്സിൽ 5 വൈറ്റും 5 ബ്ലാക്കും കിട്ടും. There are 10 balls. ഐഡന്റിക്കൽ ബോൾസ് ആണ്, എല്ലാം ഒരേപോലെയുള്ള ബോൾസ് ആണ്, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. വൈറ്റ് ബോൾസ് 5 എണ്ണവും ബ്ലാക്ക് ബോൾസ് 5 എണ്ണവും, 10 എണ്ണം തന്നെ ഇവിടെയും 10 എണ്ണം ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ഇറ്റ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദി സെക്കൻഡ് ബോക്സ്. ഏത് ബോളായിരിക്കും കിട്ടാൻ സാധ്യത കൂടുതൽ? ഇത്ര എളുപ്പത്തിൽ പറയാൻ പറ്റില്ല, കാരണം രണ്ടും ഒരേ നമ്പറാണ്. കിട്ടുന്നത് വൈറ്റ് ആകാം, ബ്ലാക്ക് ആവാം. ബ്ലാക്കും വൈറ്റും കിട്ടാൻ ഒരേ സാധ്യതയാണ് നമ്മൾ പറയും. ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആർ സെയിം ഹിയർ. ഇവിടെയാണെങ്കിലോ വൈറ്റ് ആണ് കിട്ടാൻ സാധ്യത കൂടുതൽ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിക്കറ്റ് കളി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് കോയിൻ ടോസ് ചെയ്യും. എന്തിനാണ് കോയിൻ ടോസ് ചെയ്യണേ? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ കോയിൻ ടോസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആർക്കാണ് ബാറ്റിംഗ് അല്ലെങ്കിൽ ഫീൽഡിങ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ക്യാപ്റ്റനോട് ഹെഡാണോ ടെയിലാണോ വേണ്ടത് ചോദിക്കും, അല്ലേ? ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കോയിൻ ടോസ് ചെയ്യും. ഹെഡ് തന്നെയാണ് വരുന്നതെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ബാറ്റിംഗ് അല്ലെങ്കിൽ ഫീൽഡിങ് ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. അതാണ് അവിടെ ഓപ്ഷൻ. അവിടെ ഒരു കളി തുടങ്ങേണ്ടത് ആരാണ് എന്നുള്ള ഒരു തീരുമാനം വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശരിക്കും ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന് ഒന്നുകിൽ ഹെഡ് വരാം, ടെയിൽ വരാം. 2 ഓപ്ഷനുള്ളൂ, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഹെഡ് വരാനുള്ള സാധ്യതയും ചാൻസും സെയിമാണ്, ടെയിൽ വരാനുള്ള സാധ്യതയും സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് കോയിൻ ടോസ് ചെയ്യുന്നത്, അല്ലേ? അവിടെ 2 ഓപ്ഷനുള്ളൂ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2 ഓപ്ഷൻ, ഹെഡ് ഓർ ടെയിൽ. 2 ഓപ്ഷനുള്ളൂ. ഇപ്പോൾ രണ്ടും വരാനുള്ള പ്രോബബിലിറ്റി സെയിമാണെന്ന് പറയും. അതിന് പകരം ഇങ്ങനെ എടുത്താലും മതി. ഈക്വൽ ബോൾസ് 5 ബോൾസും 5 വൈറ്റ് ബോൾസും 5 ബ്ലാക്ക് ബോൾസും ഒരു ബോക്സിൽ ഇട്ടിട്ട് ഷഫിൾ ചെയ്തിട്ട് ഓർഡർ എടുക്കാൻ പറയുക. അവിടെ ഇതേ ചാൻസ് തന്നെയാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് പറ്റില്ല, കാരണം ഇവിടെ വൈറ്റ് കിട്ടാൻ പ്രോബിലിറ്റി കൂടുതൽ. അപ്പോൾ അവിടെ ഇത് എന്തല്ല, നമുക്ക് ആ ഭാഗ്യപരീക്ഷണത്തിന് പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ there are total how many balls? ടോട്ടൽ ഇൻ ഓൾ ദി കേസസ് ടോട്ടൽ ബോൾസ് എന്ന് പറയുന്നത്, ആകെ ബോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഇതിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ there are 10 balls, out of that 9 are white. So we using numbers we represent the chance of getting
white is 9/10. Chance of getting white is 9/10. Chance of getting black ആണെങ്കിലോ chance of getting black is equal to total 10 balls. Out of that 1 is black. So 1/10. അപ്പോൾ ഇങ്ങനെ നമ്പർ ഉപയോഗിച്ച് we can represent. അതായത് ഈ പ്രോബബിലിറ്റി ഇതിനെ പറയുന്ന പ്രോബബിലിറ്റി എന്ന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഈസ് 9/10, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഈസ് 1/10. അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഈസ് 9/10, ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഈസ് 1/10. ഇവിടെ 9/10 ഈസ് ഗ്രേറ്റർ ദാൻ 1/10. സോ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ഈസ് മോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, there are 5 white balls and 5 black balls. ഇവിടെയാണെങ്കിലോ പ്രോബബിലിറ്റി ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാം, പ്രോബബിലിറ്റി ഓർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ്. ഇവിടെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 10 balls. ഔട്ട് ഓഫ് ദാറ്റ് 5 are white. So 5/10. അത് നമുക്ക് 1/2 എന്ന് എഴുതാം. 5/10 is 1/2. അതിന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആണെങ്കിലോ probability of getting black is, again there are 5 black balls. Out of 10 total number of balls, out of that 5 are black. So 5/10 itself, that is 1/2. And രണ്ടും സെയിം ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ തേർഡ് കേസിലാണെങ്കിലോ 2 ഓപ്ഷൻസ് ഉള്ളൂ, ഹെഡ് ഓർ ടെയിൽ. അതിൽ ഒരെണ്ണം ഹെഡ് ഒരെണ്ണം ടെയിൽ. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് total 2 options. Out of that 1 is head. So 1/2. Probability of getting tail കിട്ടാനുള്ള പ്രോബബിലിറ്റി 1 out of 2. രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് ഹെഡ് ടെയിൽ. അപ്പോൾ 1/2. അപ്പോൾ ഇങ്ങനെ പ്രോബബിലിറ്റി, ഇതിന് പറയുന്ന പ്രോബബിലിറ്റി എന്ന പ്രോബബിലിറ്റിയെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. പ്രോബബിലിറ്റിയെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം സാധ്യതകളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ എഴുതിക്കോ. there are 2 boxes. 2 ബോക്സ് ഉണ്ട്. ഒന്നാമത്തെ ബോക്സിൽ ഇങ്ങനെ 2 ബോക്സ്. ഫസ്റ്റ് ബോക്സിൽ 5 white balls and 6 black balls. രണ്ടാമത്തെ ബോക്സിൽ സെക്കൻഡ് ബോക്സിൽ 6 white balls, 7 black balls. From first box, ഒന്നാമത്തെ ബോക്സ് ഷഫിൾ ചെയ്തിട്ട് without looking into it, a ball is drawn. What is the probability of or chance of getting white ball? Chance of getting, probability of getting white ball. Probability of getting, നമുക്ക് അങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതുന്നുള്ളൂ, probability of getting or chance of getting white ball. What is the probability of getting black ball? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇതിനകത്ത് അറിയാം. ടോട്ടൽ എത്രയാണ് ഇതിൽ? 5 + 6 11 ബോൾസ് ഉണ്ട്. ടോട്ടൽ 5 + 6 11 ബോൾസ്. അപ്പോൾ എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ? ഇവിടെ 5 വൈറ്റ് ബോളും 6 ബ്ലാക്ക് ബോളും ആണ്. അപ്പോൾ 5 വൈറ്റ് ബോൾ 11 ബോൾസ് ആണ് ഷഫിൾ ചെയ്തിരിക്കുന്നത്. നോക്കാതെ ഒരു ബോൾ എടുത്താൽ അതിൽ 5 എണ്ണമേ 5 വൈറ്റ് ബോൾസും ഉള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾസ് എന്ന് പറയുന്നത് ടോട്ടൽ 11 എണ്ണമുണ്ട്, അതിൽ 5 വൈറ്റ് ബോൾസ് ആണ്. അപ്പോൾ 5/11 ആയിരിക്കും. or the probability of getting or chance of getting a white ball കിട്ടാനുള്ള സാധ്യത 5/11. ആകെ 11 ബോളുണ്ട്, അതിൽ 5 എണ്ണമേ വൈറ്റ് ഉള്ളൂ, അതുകൊണ്ട് 5/11. അതുപോലെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ആണെങ്കിലോ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ആണെങ്കിലോ, അവിടെ നമ്മൾ ടോട്ടൽ 11 ബോൾസ് തന്നെ 6 are black, so we can write 6/11. രണ്ടാമത്തെ കേസിൽ ഇതുപോലെ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, ഞാൻ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതാണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ്. എന്തായിരിക്കും ഇവിടെ? ടോട്ടൽ ഹൗ മെനി ബോൾസ്? ടോട്ടൽ 6 + 7, that is 13 balls.
Out of that is 6 are white. So probability of getting white is 6 by 13. Probability of getting black is 7 by 13. അപ്പോൾ ഈ രൂപത്തിൽ പ്രോബിലിറ്റി. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം, എൻ്റെ ചോദ്യം ഇതാണ്. ഇങ്ങനെ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു വൈറ്റ് ബോൾസ് എടുത്തു, ഇതിൽ നിന്നും ഒരു വൈറ്റ് ബോൾസ് എടുത്തു, ഇതിൽ നിന്നും ഒരു ബോൾ എടുക്കുന്നു, ഇതിൽ നിന്നും ഒരു ബോൾ എടുക്കുന്നു. വൈറ്റ് ബോൾസ് കിട്ടാൻ പ്രോബബിലിറ്റി ഏതിനായിരിക്കും കൂടുതൽ? ഇതിനകത്തുനിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ വൈറ്റ് ബോൾ ആകാനാണോ, ഇതിനകത്തുനിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ വൈറ്റ് ബോൾ ആകാനാണോ ചാൻസ്? വിച്ച് ഈസ് ദ മോർ ചാൻസ്? ഏതിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനാണ് ചാൻസ് കൂടുതൽ? അപ്പോൾ ഏതിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ എന്ന് എന്ത് നോക്കിയാൽ മതി? ഇവിടെ ഈ ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് 6 by 13 ആണ്. സെക്കൻഡ് ബോക്സ് അല്ലേ? ഫസ്റ്റ് ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസോ 5 by 11 ആണ്. ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കിയാൽ പോരെ? വിച്ച് ഫ്രാക്ഷൻ ഈസ് മോർ? 6 by 13 ആണോ 5 by 11 ആണോ കൂടുതൽ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 11 into 6 66, 13 into 5. നമ്മൾ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നോക്കിയാൽ മതി. 11 into 6 ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 66, 13 into 5 65. അപ്പോൾ 66 ആണ് മോർ. അപ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് അല്ലേ? ഫ്രാക്ഷൻ ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ നിൽക്കാണ്ട് ഒരു എളുപ്പവഴി പറഞ്ഞാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉണ്ട്, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉണ്ട്, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ LCM നമ്മൾ എടുക്കുക 13 into 11. അപ്പോൾ 13 സെയിം ഡിനോമിനേറ്റർ ആകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ എൻ്റെ എളുപ്പവഴി പറഞ്ഞതാണ് 11 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 13 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 65 ചെറുതും 66 വലുതാണ്. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഫ്രം സെക്കൻഡ് ബോക്സ് ഈസ് മോർ. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബോൾ എടുക്കുമ്പോൾ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസിനേക്കാൾ കൂടുതൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് സെക്കൻഡ് ബോക്സിലാണ്. അപ്പോൾ ബ്ലാക്ക് ബോൾ ആണെങ്കിലോ ബ്ലാക്ക് ബോൾ സെക്കൻഡ് ബോക്സിലേതാ? 7 by 13. ഫസ്റ്റ് ബോക്സിലേതാ? 6 by 11. ഏതാ വലുത് നോക്കിക്കേ. 6 by 11 ആണോ 7 by 13 ആണോ? ആദ്യം ചെയ്താൽ പറ്റുള്ളൂ നോക്കിയാൽ. 11 into 7 77, 13 into 6 78 വരും അല്ലേ? അപ്പോൾ ഇതാണ് വരുന്നത്. കാരണം ഇവിടെ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ സെക്കൻഡ് ബോക്സിലാണെങ്കിൽ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഫസ്റ്റ് ബോക്സിലായിരിക്കും. അപ്പോൾ ഇവിടെ 7 by 13 is less than 6 by 11. Therefore, the probability of getting black ball from the second box is more. സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനാണ് ചാൻസ് കൂടുതൽ, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ പ്രോബബിലിറ്റി നമ്മൾ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ പ്രവൃത്തിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.